ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ തീ പടർത്തിയ ഒരു സംഭവം അടുത്തിടെ അരങ്ങേറി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഛഠ് പൂജയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യമുന നദിയിൽ കുളിക്കാൻ പദ്ധതിയിട്ടത് പ്രതിപക്ഷത്തിന്റെ ശക്തമായ ആരോപണങ്ങളെ തുടർന്ന് പരാജയപ്പെട്ടു. അതീവ മലിനീകരിക്കപ്പെട്ട യമുന നദിയിൽ കുളിക്കാൻ തയ്യാറാകാതെ വോട്ടർമാരെ ആകർഷിക്കുന്നതിനായി പ്രത്യേകം ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ച് കുളിക്കാൻ ഒരുക്കിയ തിരഞ്ഞെടുപ്പ് നാടകം പ്രതിപക്ഷം പൊളിച്ചടുക്കിയതോടെ പ്രധാനമന്ത്രിക്ക് പരിപാടി റദ്ദാക്കേണ്ടി വന്നു. ഡൽഹിയിലെ പൂർവാഞ്ചലി വോട്ടുകൾ ലക്ഷ്യമിട്ടിട്ടുള്ള രാഷ്ട്രീയ തന്ത്രമായിരുന്നു ഈ നീക്കം. ഇന്ത്യയുടെ പവിത്ര നദികളിലൊന്നായ യമുന ഡൽഹിയുടെ ഒഴുകുന്ന ഭാഗത്ത് വർഷങ്ങളായി കടുത്ത മലിനീകരണത്തിന്റെ പിടിയിലാണ്. നഗരത്തിലെ ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യം, ശുചിമുറികളിൽ നിന്നുള്ള മലിനജലം, ദൈനംദിന മാലിന്യങ്ങൾ എന്നിവയാൽ നദി നിറഞ്ഞിരിക്കുന്നു. ഡൽഹി മലിനീകരണ നിയന്ത്രണ സമിതിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം നദിയിലെ ഫീക്കൽ കോളിഫോം അളവ് സാധാരണ അനുവദനീയമായ പരിധിയേക്കാൾ 1,00,000 മടങ്ങ് കൂടുതലാണ്. ഇത്രയും മലിനമായ വെള്ളത്തിൽ കുളിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും കാരണമാകുമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ബീഹാർ, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ഛഠ് പൂജ. ഡൽഹിയിൽ ലക്ഷക്കണക്കിന് പൂർവാഞ്ചലി സ്വദേശികൾ തിങ്ങി പാർക്കുന്നുണ്ട്. ഇവർ നദീതീരങ്ങളിലെത്തി സൂര്യദേവന് അർഘ്യം അർപ്പിച്ചാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത്. ഡൽഹിയിലെ മൊത്തം വോട്ടർമാരിൽ ഏകദേശം 20% വരുന്ന പൂർവാഞ്ചലി വോട്ട് ബീഹാർ, UP തിരഞ്ഞെടുപ്പുകളിലെ വിജയത്തിന് മാത്രമല്ല ഡൽഹിയിലെ ഭരണത്തിനും നിർണായകമാണ്. ഈ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ നദീ സ്നാന പദ്ധതി. 2018 മുതൽ 2024 വരെയുള്ള കാലയളവിൽ AAP ഭരണത്തിലായിരുന്നപ്പോൾ യമുനയിലെ മലിനീകരണം കാരണം ഛഠ് പൂജ നടത്താൻ നദീ തീരങ്ങളിൽ നിരോധനമുണ്ടായിരുന്നു. എന്നാൽ 2025 ഡൽഹി തിരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വന്ന BJP സർക്കാർ പൂർവാഞ്ചലി വോട്ടുകൾ ആകർഷിക്കുന്നതിനായി 17 ഘാട്ടുകൾ തുറന്നുകൊടുത്തു. എന്നിട്ടും നദിയിലെ മലിനീകരണത്തിന്റെ തോതിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കവെയായിരുന്നു പ്രധാനമന്ത്രി മോദിക്ക് വേണ്ടി വാസുദേവ ഘാട്ടിൽ ഛഠ് പൂജയുടെ ഭാഗമായുള്ള ഉഷ അർഘ്യത്തിനായി കുളിക്കാൻ പദ്ധതിയിട്ടത്. ഈ ചടങ്ങ് ബീഹാറി വോട്ടുകൾക്ക് മേൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നും BJPക്ക് അനുകൂലമായ തരംഗം സൃഷ്ടിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കണക്ക് കൂട്ടിയിരുന്നു. പ്രധാനമന്ത്രിയുടെ ഈ നീക്കം വെറുമൊരു രാഷ്ട്രീയ നാടകമാണെന്ന് തിരിച്ചറിഞ്ഞ AAP ഡൽഹി അധ്യക്ഷൻ സൗരഭ് ദാരഭാജിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാക്കൾ ഒക്ടോബർ 26-ന് വാസുദേവ ഘാട്ടിൽ നേരിട്ട് പരിശോധന നടത്തി. ഈ പരിശോധനയിൽ അവർ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കണ്ടെത്തി. യമുന നദിയിൽ നിന്ന് അകന്ന് നദിയുടെ മലിനജലവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ പ്ലാസ്റ്റിക് പൈപ്പുകൾ ഉപയോഗിച്ച ഒരു പ്രത്യേക കുളം നിർമ്മിച്ചിരുന്നു. ഈ പ്രത്യേക കുളത്തിലേക്ക് വാസുദേവാബാദ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്ന് ശുദ്ധീകരിച്ച വെള്ളമാണ് നിറച്ചിരുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. യമുനയിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഈ കുളത്തെ AAP നേതാക്കൾ പരിഹാസത്തോടെ മോദി ഒളിത്താവളം എന്ന് വിളിച്ചു. മലിനജലത്തിൽ കുളിക്കാൻ മോദിക്ക് ഭയമാണെങ്കിൽ എന്തിനാണ് പൂർവാഞ്ചലി ജനതയെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം ചോദ്യമുയർത്തി. പ്രതിപക്ഷത്തിന്റെ ഈ ആരോപണം ശക്തമായ രാഷ്ട്രീയ വിവാദമായി മാറി. സംഭവം ദേശീയ തലത്തിൽ ചർച്ചയായതോടെ ഒക്ടോബർ 28-ന് വാസുദേവ ഘാട്ടിൽ എത്താനുള്ള പ്രധാനമന്ത്രിയുടെ പദ്ധതി റദ്ദാക്കി. മലിനമായ യമുനയിൽ കുളിക്കുന്നത് ഒഴിവാക്കാൻ പ്രത്യേകം ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ചെന്ന ആരോപണം ബീഹാർ വോട്ടർമാർക്കിടയിൽ BJPക്ക് വലിയ തിരിച്ചടിയായി. ഡൽഹിയിലെ 20% പൂർവാഞ്ചലി വോട്ടുകൾ മാത്രമല്ല ബീഹാറിലെ വോട്ടർമാരെയും ഈ വിവാദം സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഡൽഹിയിലെ രാഷ്ട്രീയ നാടകത്തെക്കുറിച്ച് ബീഹാറിലെ വോട്ടർമാർക്ക് അവബോധം ലഭിച്ചതോടെ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്ന വികാരം ശക്തമായി. ഡൽഹിയിൽ പ്രധാനമന്ത്രിക്ക് വേണ്ടി ശുദ്ധജലത്തിൽ കുളിക്കാൻ ഒളിത്താവളം ഒരുക്കിയപ്പോൾ ബീഹാറിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഛഠ് പൂജയ്ക്ക് മുങ്ങി നിവർന്നത് ചെളിയും മാലിന്യങ്ങളും നിറഞ്ഞ ജലത്തിലായിരുന്നു എന്ന വൈരുദ്ധ്യം പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. പട്നയിൽ ഗംഗാതീരത്തെ ഖാളിഘട്ട്, കൃഷ്ണഘട്ട് തുടങ്ങിയ പ്രധാന കടവുകളിൽ പോലും അധികൃതർ വിശ്വാസികൾക്ക് സൂര്യന് അർഘ്യം സമർപ്പിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയില്ല. കടവുകളിലെ ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്യാതെ കിടന്നത് വിശ്വാസികൾക്ക് വലിയ ദുരിതമായി. മുട്ടുവരെ ചെളിയിൽ പൂണ്ടാണ് ഗംഗയിൽ ഇറങ്ങിയവർ കരകയറാൻ ബുദ്ധിമുട്ടിയത്. ഡൽഹിയിൽ കാണിച്ച രാഷ്ട്രീയ താല്പര്യം സ്വന്തം സംസ്ഥാനമായി ബീഹാറിൽ കാണിക്കാത്തതിനെതിരെ പ്രതിപക്ഷം വിമർശനം ശക്തമാക്കി. വിഐപികൾക്ക് ഒരു നീതി, സാധാരണക്കാർക്ക് മറ്റൊരു നീതി എന്ന BJPയുടെ ഇരട്ടത്താപ്പാണ് AAP ഈ വിവാദത്തിലൂടെ തുറന്നു കാട്ടിയത്. മലിനീകരണം നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ച് കുളിച്ച് ഫോട്ടോഷൂട്ട് നടത്താനുള്ള ശ്രമം രാഷ്ട്രീയപരമായ വഞ്ചനയാണെന്ന് AAP ആരോപിച്ചു. പ്രധാനമന്ത്രിയുടെ കുളി വിവാദമായപ്പോഴും യമുന നദിയിലെ ഗുരുതരമായ മലിനീകരണ പ്രശ്നം ഇപ്പോഴും പരിഹാരമില്ലാതെ തുടരുകയാണ്. DPCC റിപ്പോർട്ടുകൾ ഭയാനകമായ ആരോഗ്യ മുന്നറിയിപ്പുകളാണ് നൽകുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് താൽക്കാലികമായി നേട്ടങ്ങൾക്ക് വേണ്ടി നദിയെ ഉപയോഗിക്കുന്നതിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആരോഗ്യത്തെയാണ് അപകടത്തിലാക്കുന്നത്. നദികൾ, ആഘോഷങ്ങൾ എന്നിവയെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്ന പ്രവണത ഇന്ത്യയിൽ പുതിയതല്ല. എന്നാൽ യമുന നദിയിലെ ഈ ശുദ്ധജല ഒളിത്താവള വിവാദം രാജ്യത്തെ ശുദ്ധജല ദൗർബല്യത്തെയും മലിനീകരണ നിയന്ത്രണത്തിൽ ഭരണകൂടങ്ങൾ വരുത്തുന്ന വീഴ്ചകളെയും വീണ്ടും ചർച്ചാ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ്.